ഹലോ ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ. അപ്പോൾ രാവിലെ ഇന്നാണ് നമ്മുടെ ആ ദിവസം. എന്താണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് പിയുടെ സ്കൂളിൽ കമ്മ്യൂണിറ്റി ലഞ്ചാണ് കേട്ടോ. അപ്പോൾ ഓരോ കുട്ടികളും ഓരോ ഐറ്റംസ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഐറ്റംസ് കൊണ്ടുപോകാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ സംഭവങ്ങളൊക്കെ ചെയ്ത് കുക്ക് ചെയ്ത് കൊടുത്തു വിടണം. നിർബന്ധമൊന്നുമില്ല, പക്ഷേ എങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇഡ്ഡലി ഉണ്ട്, ദോശ, പിന്നെ ചപ്പാത്തി, പിന്നെ വെജിറ്റബിൾ കുറുമ, പിന്നെ പനീർ ബട്ടർ മസാല, അങ്ങനെ വെജ് ഐറ്റംസ് ആണ് കേട്ടോ എല്ലാം. സാമ്പാർ, ചട്നി, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ കൊടുത്തു വിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേതെങ്കിലും നമുക്കിഷ്ടമുള്ളത് സാൻഡ്വിച്ചസ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അപ്പം ഞാൻ ചൂസ് ചെയ്തത് പനീർ ബട്ടർ മസാലയും അതേപോലെ നമ്മുടെ വെജ് കുറുമയാണ് കേട്ടോ. പനീർ രാവിലെ തല്ലി പൊട്ടിക്കാനുള്ളൊരു ശ്രമമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാനത് ഫ്രീസറിൽ എടുത്ത് വെച്ചിരുന്നതായിരുന്നു, കേടാവണ്ടല്ലോ എന്ന് വെച്ചിട്ട്. തലേ ദിവസം ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിലും ആ ഫ്രീസറിൽ നിന്ന് അതേപോലെ അങ്ങോട്ട് കട്ടിയായിരിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം നമ്മൾ ഒന്ന് ചൂടുവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ സംഭവം ഓക്കെയാണ്, പക്ഷേ അതിനുള്ള സമയം കിട്ടിയില്ല ഗൈസ്. അപ്പം ഞാൻ ഇങ്ങനെ ഇത്ര കട്ടിയാവുമെന്ന് വിചാരിച്ചില്ല. കാരണം ഞാൻ എപ്പോഴും വാങ്ങിക്കുന്നത് ഇത്രയും ക്വാണ്ടിറ്റി വാങ്ങിക്കാറില്ല. ഇത് കുറച്ച് കൂടുതൽ ഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയൊരു ബ്ലോക്ക് ആയതുകൊണ്ട് വരാനുള്ളൊരു ചെറിയൊരു ബുദ്ധിമുട്ട്, അത്രയേ ഉള്ളൂ. അപ്പം ആ സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് നമ്മുടെ വെജിറ്റബിൾ കുറുമയ്ക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഓൾറെഡി ഫ്രോസൺ ആയിട്ടുള്ള വെജിറ്റബിൾസ് വാങ്ങിയതാണ് കേട്ടോ. ഫ്രോസൺ വെജിറ്റബിൾസ് ഫ്രീസ് ചെയ്ത് വെച്ചിരുന്നതായിരുന്നു. അപ്പം അതിൻ്റെ അകത്താകുമ്പോൾ എല്ലാ ഐറ്റംസും ഉണ്ടല്ലോ, ഗ്രീൻ പീസും ക്യാരറ്റ്, ബീൻസ്, പിന്നെ കോളിഫ്ലവർ, ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ തലേന്ന് അല്ലാണ്ട് ഞാൻ സെറ്റ് ചെയ്ത് വെക്കണമെങ്കിലും പെട്ടെന്ന് റെഡി ആവണമെങ്കിലും നമുക്ക് പറ്റാത്തത് കൊണ്ടാണ് ഇത് നേരത്തെ ഞാൻ വാങ്ങി സൂക്ഷിച്ചു വെച്ചിരുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് ഫ്രീസ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് തലതിരിഞ്ഞ് പോയി ക്ഷമിക്കുക, എന്തോ ഒന്ന് തിരിഞ്ഞു പോയതാണ് കേട്ടോ വീഡിയോ. അപ്പോൾ ഇതേ ആ സമയം കൊണ്ട് നമ്മൾ പനീർ ബട്ടർ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കൂടി സെറ്റ് ചെയ്യുകയാണ്. ഇത് ഈസി ആയിട്ടുള്ളൊരു പനീർ ബട്ടർ മസാലയാണ്. പനീർ ബട്ടർ മസാലയ്ക്ക് വേണ്ടിയിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ചട്ടി എടുക്കുക, അതിൻ്റെ അകത്തേക്ക് കുറച്ച് സവാള, ഇതെല്ലാം അങ്ങനെ ഒരു സൈസിനൊന്നും അരിയണ്ട കേട്ടോ. കുറച്ച് സവാള, അതേപോലെ ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട്, 2 സവാള, 2 തക്കാളി, പിന്നെ അതിൻ്റെ അകത്തേക്ക് കുറച്ച് കാഷ്നട്ട്സും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കും, ഉപ്പും ചേർത്തിട്ട് കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് വെജ് കുറുമയുടെ ഗ്രേവി റെഡിയാക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങയും കുറച്ച് പെരിഞ്ജീരകം ആണ് ഇടേണ്ടത്. പൊടി ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അതിന് പെരിഞ്ജീരക പൊടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയിട്ട് അതിലും കുറച്ച് കാഷ്നട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മഷി പോലെ അരച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ വെജ് കുറുമയിലേക്ക് ചേർക്കുന്നു. വളരെ സിമ്പിളാണ്. ഒൺലി തിങ്സ് നമ്മൾ ഈ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെക്കേണ്ട ഒരു ജോലിയാണുള്ളത്. പക്ഷേ ഞാൻ ഫ്രോസൺ മേടിച്ചത് കൊണ്ട് അതും ഇല്ലായിരുന്നു. അതും കട്ട് ചെയ്യേണ്ട ഒരു പ്രശ്നമായിരുന്നു. നല്ല ഫ്രഷ് ആയിരുന്നു കേട്ടോ, നല്ല വെജിറ്റബിൾസ് ആയിരുന്നു. അപ്പോൾ അത് 2 പാക്കറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും പിന്നെ അതൊന്ന് തിളച്ച് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ബോയിലായാൽ മതി, അപ്പോഴത്തേക്ക് തന്നെ അത് നല്ല സോഫ്റ്റായി വരും. അല്ലാണ്ട് വിസിൽ കേൾപ്പിക്കുക ഒന്നും വേണ്ട. കുറച്ച് വെള്ളത്തിൽ തന്നെ ഒരു ബേ ലീഫും കൂടി ഇട്ടിട്ട് ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടി ഇട്ടിട്ടാണ് ഞാൻ ഈ വെജിറ്റബിൾസ് സവാള ഇട്ടൊന്ന് വഴറ്റിയിട്ട് വെജിറ്റബിൾസും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് അത് തിളച്ച് വരുമ്പോഴത്തേക്കും ഞാൻ അതിൻ്റെ അകത്തേക്ക് നമ്മുടെ അരപ്പും കൂടെ ചേർത്ത് ഇനി കുറച്ച് വെള്ളം കൂടെ നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ചിട്ടുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇത് നന്നായി തിളയ്ക്കാം. യൂഷ്വലി ഈ സ്റ്റൂവിനൊന്നും നമ്മൾ തിളപ്പിക്കില്ലല്ലോ, ഇത് നന്നായിട്ട് തിളച്ചെടുക്കാൻ പറ്റും കേട്ടോ. കാരണം തേങ്ങയായിട്ട് അങ്ങ് അരച്ചിരിക്കുമല്ലേ. ആ സമയം കൊണ്ട് നമ്മുടെ പനീർ ബട്ടർ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാല കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് തണുക്കാനായിട്ട് ഞാൻ വെച്ചേക്കാം കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് അത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചിട്ട്, പച്ചമുളകും വേണമെങ്കിൽ ചതക്കാം കേട്ടോ. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രമേ ചതച്ചിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് നല്ല ചതച്ച ഈ സംഭവമാണ് നമ്മൾ എണ്ണയിലിട്ടൊന്ന് ഗ്രേവിയൊക്കെ റെഡി ആക്കിയതിന് ശേഷം ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ അവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ ധൃതിയിൽ എടുക്കുമ്പോഴത്തേക്കാണ് കേട്ടോ ചിലയിടത്ത് ക്യാമറ തിരിഞ്ഞു പോയിട്ടുള്ളത്. അത് ഞാൻ ഇപ്പോൾ ഈ വോയിസ് കൊടുക്കുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. പെട്ടെന്ന് എടുക്കുമ്പോഴത്തേക്ക് ആംഗിൾ എവിടെയാണ് റെക്കോർഡ് ആവുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. എന്താണെങ്കിലും പോട്ടെ, അതൊന്ന് ക്ഷമിച്ചേക്ക് കേട്ടോ. അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് ശരിയാക്കാം. ഇപ്പോൾ നമ്മുടെ ഒരു പാൻ എടുക്കുക, അതിൻ്റെ അകത്തേക്ക് ഒരു ചെറിയ കഷ്ണം പട്ടയും ഒരു ഗ്രാമ്പൂവും അതേപോലെ ബേ ലീഫ്, ഒരു ചെറിയ പീസ് ബേ ലീഫും കൂടി ഇടാം കേട്ടോ. അതും കൂടി ഇട്ടിട്ട് ബട്ടറിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത് കേട്ടോ. ബട്ടറിലാകുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾക്കും കൂടെ അല്ലേ, പനീർ ബട്ടർ മസാലയാണ്, പിന്നെ നല്ല ബട്ടർ റിച്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ചെറിയൊരു ചൂട് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന് കഴിഞ്ഞാൽ ആ പനീർ നല്ല സോഫ്റ്റ് ആവും. അതേപോലെ നല്ല രസമാണത്. അകത്ത് നമ്മൾ യൂഷ്വലി ഒന്ന് ഫ്രൈ ചെയ്തിടുമ്പോഴത്തേക്കും ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ചൊരു കട്ടിയാവാനുള്ളൊരു ചാൻസ് ഉണ്ട്. പക്ഷേ ചൂട് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നമുക്കത് പൊടിഞ്ഞും പോവില്ല, നല്ല രസമായിട്ട് നല്ല സോഫ്റ്റായിട്ട് നല്ല സ്പോഞ്ചി ആയിട്ട് കിട്ടും കേട്ടോ പനീർ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ട്രൈ ചെയ്യുന്നത്, പക്ഷേ അത് നല്ല രസമായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. ആ സമയം കൊണ്ട് കണ്ടോ നമ്മുടെ കുറുകിയ
നമ്മുടെ വെജ് കുറുമ അവിടെ റെഡി ആയിട്ടുണ്ട്, അത് സെറ്റായിട്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് കുറച്ച് മുളക് പൊടിയാണ്. കളർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മുളക് പൊടി ഒരു കളർ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് നമ്മൾ പച്ചമുളക് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ആകെ എരിവെന്ന് പറയുന്നത് ആ ഒരു മുളക് പൊടീൻ്റെ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരു ചെറിയ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി, അതേപോലെ പിന്നെ എന്തായിരുന്നു, അത്രേ ഉള്ളൂ. പിന്നെ കുറച്ച് പഞ്ചസാര. ഈ പഞ്ചസാര ഇടുന്നത് സ്കിപ്പ് ചെയ്ത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രൗൺ ഷുഗറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതും ഇടാം. പക്ഷേ ഒരു സ്പൂൺ അത് ഇടാൻ മറക്കരുത്. കാരണം അതാണ് ഇതിൻ്റെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്ന ഒരു സംഭവം. നമുക്കൊരു ചെറിയൊരു മധുരം ഉണ്ടാവുമല്ലോ ഈ ബട്ടർ മസാല അല്ലെങ്കിൽ ബട്ടർ ചിക്കനൊക്കെ, ആ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ കറി റെഡി ആയിട്ടുണ്ട്, വെജ് കുറുമ റെഡിയാണ്. അപ്പോൾ ഇത് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഒന്ന് സെറ്റായതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ പൊടികളൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഓൾറെഡി നമ്മുടെ ഇത് വേവിച്ചതിൻ്റെ കുറച്ച് വെള്ളം ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. ആ വെള്ളമാണ് ഞാൻ അങ്ങോട്ട് ഒഴിച്ച് ചേർത്തത്. അത് ബാക്കിയില്ലെങ്കിൽ ചെറുതായിട്ട് ഒരു 2 സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു പൊടിയുടെ ആ ഒരു ഇതൊക്കെ ആ മണവും അല്ലെങ്കിൽ ആ ഒരു കുത്തലും ഒക്കെ ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ പനീർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് എന്താ പറയുക, വളരെ സിമ്പിൾ സംഭവമാണ്. പനീരല്ല, ഐ മീൻ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഗ്രേവി നന്നായിട്ട് അരച്ച് നല്ല മഷി പോലെ അരച്ചെടുത്തിട്ട് ചിലരത് അരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അരിച്ചെടുക്കുമ്പോഴത്തേക്കും ഒട്ടും നമുക്ക് തരി ഭയങ്കര സോഫ്റ്റായിട്ട് വരും. പക്ഷേ ഇത് നമ്മൾ ആ കാഷ്നട്ട്സും കൂടെ ചേർത്ത് അരച്ചത് കൊണ്ട് നല്ല ബട്ടറി സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്ക് അരിക്കേണ്ട കാര്യമില്ല. രണ്ടും കൂടെ കൺഫ്യൂഷൻ ആയല്ലോ ദൈവമേ. അപ്പോഴത്തേക്ക് ഇതേ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഇത് കാസറോളിലേക്ക് മാറ്റി വെച്ചേക്കാണ്. കാസറോളിലാണ് കൊണ്ടുപോകേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതേ നന്നായിട്ട് ഗ്രേവി തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരുന്ന പനീർ ഓർമ്മയില്ലേ, അതിനെ നമ്മൾ അങ്ങോട്ടേക്ക് തട്ടിയിടുകയാണ്. വളരെ സിമ്പിളാണ് കേട്ടോ. ഇത്ര രാവിലെ എണീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ സമയം തികയോ അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ചെയ്യുന്നതിൻ്റെ ഒരു ടെൻഷൻ മാത്രമേ എനിക്കുള്ളൂ. സംഭവം ഭയങ്കര സിമ്പിളാണ്. ഇനി ഞാൻ ഇങ്ങനെ പനീർ വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. ഞാൻ നേരത്തെയൊക്കെ വെക്കുന്നത് പല രീതിയിലുള്ളത് കണ്ടിട്ടുണ്ടാവുമല്ലോ, അതിൽ പോലെ അല്ലാണ്ട് ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ അതേ ചപ്പാത്തിയാണ്. ചപ്പാത്തി നമുക്ക് അധികം വേണ്ട, നമ്മുടെ വീട്ടിലേക്കുള്ളത് കൊടുത്തു വിടാനല്ല, നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അന്നത്തേക്ക് ഉച്ചത്തേക്ക് പിന്നെ ഞാൻ വേറൊന്നും ചോറൊന്നും ഉണ്ടാക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അന്ന് ചപ്പാത്തിയും ഇതിലെ കുറച്ച് കറിയും കൂടി കൊണ്ടുപോകാമല്ലോ എന്ന് വെച്ചിട്ട് ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ എന്നോട് ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുമിച്ച് റോൾ ചെയ്താൽ മതിയെന്ന്. ചപ്പാത്തിയുടെ ആ ഒരു മാവ് അത് അടിപൊളി ഹാക്കാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു പക്ഷേ ഒരുമിച്ച് റോൾ ചെയ്യുന്നതും ഓരോന്ന് റോൾ ചെയ്യുന്നത് എന്താണെങ്കിലും നമ്മൾ റോൾ ചെയ്യേണ്ടിയിരുന്നു. പക്ഷെ അങ്ങനെയല്ല, ഭയങ്കര സോഫ്റ്റും ആവും, നല്ല എളുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാനും പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ എൻ്റെ പുതിയ രീതി. പിന്നെ അതേ അപ്പോഴത്തേക്കും അവസാനം കുറച്ച് ഫ്രഷ് ക്രീമും അതേപോലെ കസൂരി മേത്തിയില്ലേ അതും കൂടെ ഒന്ന് കയ്യിൽ ക്രഷ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടെ വിതറി കഴിയുമ്പോഴത്തേക്ക് വാവ്, നമ്മുടെ പനീർ ബട്ടർ മസാല ഇസ് റെഡി. അങ്ങനെ അതും കൊണ്ട് പിയ പോയി. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായെന്ന് പറഞ്ഞു. ഞാനും ഹാപ്പി, പിയ ഹാപ്പി, എല്ലാവരും ഹാപ്പി. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മുടെ ഫ്ലാറ്റിലെ എല്ലാ പൊടീസും കൂടി എല്ലാവരും ചേർന്നിട്ട് നമ്മുടെ അസോസിയേഷൻ്റെ വക ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ ആയിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് ഒരു വലിയ ക്രിസ്മസ് ട്രീ ഒക്കെ മേടിച്ചവർ, പിന്നെ കുട്ടികളെ ഇങ്ങനെ എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്കൊരു സെലിബ്രേഷൻ മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അസോസിയേഷൻ നല്ല പണിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് എന്താ പറയുക, ഇവരെല്ലാവരും അസോസിയേഷൻ ടീമും കാര്യങ്ങളും ഒക്കെയാണ്. അവരെല്ലാവരും കൂടി വന്ന് നിന്ന് എൻ്റെ ഇടയിൽ നമ്മുടെ ചേട്ടനും ഉണ്ട് കേട്ടോ. ചേട്ടനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാൻ കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പം കുട്ടികളും എല്ലാവരും കൂടി കുറേ അവരുടെ പാരൻസും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നല്ലൊരു ക്രിസ്മസ് ട്രീ ഒക്കെ നമ്മൾ സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവസാനം ലൈറ്റൊക്കെ ചെയ്തപ്പോഴത്തേക്കും ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഈ ഒരു സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം. നമ്മൾ ഒറ്റയ്ക്ക് നമ്മുടെ വീട്ടിൽ മാത്രമായിട്ട് ഒരു ക്രിസ്മസ് ട്രീ മേക്കിങ്ങോ അല്ലെങ്കിൽ ഒരു സ്റ്റാർ ഇടുമ്പോഴത്തേക്കും കിട്ടുന്നതല്ല. അതൊരു കൂട്ടായ്മയോട് കൂടി എല്ലാവരും കൂടെ ചെയ്യുമ്പോഴത്തേക്കും ആ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നൊരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രഷ്യസ് ആണ് കേട്ടോ. അത് നമുക്ക് കാശ് കൊടുത്താൽ കിട്ടുന്നൊരു സാധനമല്ല. അപ്പോൾ അതെല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഒരു ട്വിസ്റ്റ് നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ഇതിൻ്റെ അകത്ത് കരോളിന് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ വർഷവും ഇങ്ങനെ കുട്ടികളെല്ലാവരും കൂടെ ചേർന്ന് കരോളിന് പോകുന്നൊരു പതിവുണ്ട്. അപ്പോൾ എല്ലാവരും പോയി കുറച്ച് പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ ചെയ്തിട്ട് അവർക്ക് കുഞ്ഞു പൈസയൊക്കെ കിട്ടും കേട്ടോ. അങ്ങനെ ഇപ്രാവശ്യം പിയും എല്ലാവരും കൂടി പോകാനായിട്ട് നിന്നപ്പോഴത്തേക്കും അതിലെ കുറച്ച് കുട്ടികളാവുമല്ലോ. അപ്പോൾ അവർ തമ്മിലുള്ള അടിയും വെട്ടും കുത്തും ബഹളവും ഒക്കെ ആയിട്ട് ഇവർ സ്പ്ലിറ്റായി. അതായത് ഗേൾസും ബോയ്സ് വേറെ ഒരു ടീമായി അങ്ങനെ പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെക്കുറിച്ച് പൊടി പീക്കിരികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഗേൾസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവർക്ക് ആകെ സങ്കടമാവും, ഇവരെ വിട്ടു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് സങ്കടമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വിഷമിച്ച് ഞാനിരുന്നപ്പോഴത്തേക്കും ഈ പൊടിക്കുപ്പികളുണ്ടല്ലോ ഭയങ്കര സ്ട്രോങ് ആയിട്ട് പറയുകയാണ്.
ഇല്ല ഞങ്ങൾ പോകും, ഞങ്ങൾ വേറെ ടീമായിട്ട് ഞങ്ങൾ പോകുമെന്ന് പറഞ്ഞിട്ട് പാരലലി ഇവരും കൂടി പോകാൻ തുടങ്ങി. അയ്യോ ഒരു രക്ഷയില്ല കേട്ടോ ഇവരപ്പം ഞാൻ ചോദിച്ചു നിങ്ങളുടെ കയ്യിൽ പാട്ടില്ലല്ലോ. ഞങ്ങൾ പാടും, ഞങ്ങൾ ജിംഗിൾ ബെൽസ് പാടും എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പാടി. ഒരു സംഭവമില്ല അവരുടെ കയ്യിൽ, ഒരു ഡ്രസ്സ് പോലും അവർ ക്രിസ്മസ് സാന്റക്ലോസിൻ്റെ ഡ്രസ്സോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഒരു 2 തൊപ്പി ഉണ്ടായിരുന്നു, പിന്നെ ഒരു കണ്ണാടി ഉണ്ടായിരുന്നു. ഇതൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് അവർ പോയി ഓരോ വീടുകളിലും പോയി പാടി അടിപൊളിയായിട്ട്. അവർ ഓൾമോസ്റ്റ് ഒരു എനിക്ക് തോന്നുന്നു ഒരു കുറച്ച് പൈസ അവർക്ക് കിട്ടുകയും ചെയ്തു. ഒരു 800 റുപ്പീസോളം എന്തോ അവർക്ക് കിട്ടി. അതവരെല്ലാവരും കൂടി ഡിവൈഡ് ചെയ്ത് അവർക്കൊരു എന്താ പറയുക ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരായിട്ട് സമ്പാദിച്ച കുറച്ച് പൈസ ഒക്കെ കിട്ടി. ഭയങ്കര ഹാപ്പി. അങ്ങനെ തോറ്റു കൊടുക്കാൻ റെഡി അല്ലാണ്ട് അവരെന്തേ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കേട്ടോ. ആ ഒരു സ്പിരിറ്റാണ് നമ്മുടെ കുട്ടികളിൽ നമ്മളും വളർത്തിയെടുക്കേണ്ടത്. ഒരു വാശി എന്നുള്ളതല്ല, പക്ഷേ ചില സ്ഥലങ്ങളിൽ നമുക്ക് വാശി വേണം, എന്നാൽ മാത്രമേ അവർ ലൈഫിൽ നല്ല സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ ടേക്ക് കെയർ, ലവ് യു ഓൾ. Life is beautiful.